പ്രായത്തിന്റെ തകർച്ചകളൊന്നുമില്ലാതെ ഇന്നും സിനിമാ ലോകത്തിന് ഒരു വലിയ തണലായി നിൽക്കുന്ന വ്യക്തിത്വമാണ് മാവേലിക്കരയുടെയും തിരുവനന്തപുരത്തിന്റെയും പ്രിയപ്പെട്ട നടൻ മധു സാർ. എന്നാൽ ഈ വലിയ നടന്റെ ഉള്ളിൽ ഇന്നും കനലായി എരിയുന്ന ഒരു വലിയ നഷ്ടമുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തോട് വിട പറഞ്ഞ തന്റെ പ്രിയ പത്നി ജയലക്ഷ്മി തന്റെ തങ്കത്തിന്റെ ഓർമ്മകളാണത്. താൻ മരിക്കുമ്പോൾ അവൾ കൂടെ ഉണ്ടാകണം, താൻ മരിച്ചാലും അവൾ ജീവിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യന് വിധി നൽകിയ ആ വലിയ വിയോഗത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് വെറും ഒരു ഗോസിപ്പല്ല, അത് വെറും വാക്കുകളല്ല, മറിച്ച് ജീവിതാവസാനം വരെ കൂടെ നീക്കുന്ന പ്രണയത്തിന്റെ അടയാളപ്പെടുത്തലാണ്. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ സിനിമയുടെ തിരക്കുകൾ കാരണം ഇരുവർക്കും ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ അധികം സാധിച്ചിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ജയലക്ഷ്മി ഗുരുതരമായ രോഗബാധിതയായി കിടപ്പിലായപ്പോൾ മധു തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചു. എവിടെയായാലും തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തും. ആ 8 വർഷക്കാലം അദ്ദേഹം അവൾക്കായി മാത്രം ജീവിച്ചു. എത്ര വൈകി വീട്ടിലെത്തിയാലും ജയലക്ഷ്മി കിടക്കുന്ന മുറിയിൽ വന്ന് നോക്കുമായിരുന്നു. അവൾ വേദനയില്ലാതെ ഉറങ്ങുന്നത് കാണുമ്പോൾ മാത്രമായിരുന്നു ആ മനസ്സിൽ ആശ്വാസം. ഞാൻ മരിക്കുമ്പോൾ എന്റെ തങ്കം ജീവിച്ചിരിക്കണം എന്നായിരുന്നു എന്റെ ഒരേയൊരു പ്രാർത്ഥന. പക്ഷെ വിധി അത് കേട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നും ആ ശബ്ദം ഇടറുന്നുണ്ട്. 2014 ജയലക്ഷ്മി യാത്രയായപ്പോൾ ആദ്യം കടുത്ത ഏകാന്തതയാണ് അദ്ദേഹം അനുഭവിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്ന് സ്പഷ്ടമാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു വന്നു. രോഗത്തിന്റെ കഠിനമായ വേദനകളിൽ നിന്ന് അവൾക്ക് ലഭിച്ച ആശ്വാസമാണ് ആ മരണം എന്ന് ചിന്തിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മധു സാർ പറയുന്നു. ഇന്ന് കണ്ണമ്മൂലയിലെ ആ വലിയ വീട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ്. പക്ഷേ തന്റെ മുറിയുടെ വാതിലുകൾ ഇപ്പോഴും അദ്ദേഹം അടച്ചിടാറില്ല. കാരണം തന്റെ തങ്കം അവിടെ എവിടെയോ ഉണ്ടെന്ന തോന്നലാണ് അദ്ദേഹത്തിന് കാവലാകുന്നത്. മകൾ ഉമയും കുടുംബവും തൊട്ടടുത്ത് തന്നെയുണ്ട്. ദിവസവും വരുന്ന 3 പത്രങ്ങളും കാണാനുള്ള പഴയ സിനിമകളും തന്നെ തേടിയെത്തുന്ന അതിഥികളും ഒക്കെയായി അദ്ദേഹം തന്റെ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സിനിമയിലെ പ്രണയ നായകന്മാർ ഒരുപാട് വന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു സ്ത്രീയെ ഇത്രയധികം ആഴത്തിൽ സ്നേഹിച്ച മറ്റൊരു നായകൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ജയലക്ഷ്മിയുടെ വിയോഗത്തിന് ശേഷവും ആ സ്നേഹം അതേപടി കാത്തു സൂക്ഷിക്കുന്ന മധു സാറിന്റെ ജീവിതം ഇന്നത്തെ തലമുറയ്ക്ക് വലിയ ഒരു മാതൃകയാണ്. നവതിയും പിന്നിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മധു സാറിനെ ഇനിയും ആയുസ്സും ആരോഗ്യവും നേരുന്നു. മധു സാറിന്റെ ഈ വാക്കുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചിന്തയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റുകളായി രേഖപ്പെടുത്തണേ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.